ഹായ്, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞായറാഴ്ചയാണ്, നമ്മുടെ സ്പെഷ്യൽ എപ്പിസോഡിൻ്റെ ദിവസമാണ്. ഒരു കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം അറിയണം എന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ആ വഴി നമ്മൾ അന്വേഷിച്ചു കൊണ്ടേയിരിക്കും. നമ്മൾ എവിടെയൊക്കെയാണോ നമുക്കറിയാനുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, അവിടെ നിന്നൊക്കെ നമുക്ക് നിരാശകൾ ലഭിച്ചാലും നമ്മുടെ ചോദ്യങ്ങളെ അടിച്ചമർത്തിയാലും നമ്മൾ ബുദ്ധിയുള്ള ആളാണെങ്കിൽ, അറിയണം എന്ന അങ്ങേയറ്റം ആഗ്രഹമുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായും നമ്മളത് അന്വേഷിക്കും, നമ്മൾ കണ്ടെത്തും. അതിൻ്റെ പരിശ്രമം നമ്മൾ തുടർന്നു കൊണ്ടേ ഇരിക്കുകയും ചെയ്യും. ഇന്ന് മതം വിട്ട ധാരാളം ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ഇവരൊക്കെ ഇതേപോലെ തന്നെ അന്വേഷണത്തിൻ്റെ വഴിയെ സഞ്ചരിച്ചവരായിരുന്നു. പലതരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വന്നപ്പോൾ, അടിച്ചമർത്തലുകൾ നേരിടേണ്ടി വന്നപ്പോൾ, ചോദ്യങ്ങൾ ചോദിക്കരുത്, ചോദിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ഉത്തരങ്ങൾ പ്രതിഭാഗത്തു നിന്ന് ലഭിച്ചപ്പോൾ എന്തുകൊണ്ട് എന്ന് തുടങ്ങി അനേകായിരം എന്തുകൊണ്ടുകൾ തുടങ്ങി അവൻ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. ഏതൊരു കാര്യത്തിനും നമുക്ക് ആദ്യം വേണ്ടത് പരിശ്രമമാണ്, അല്ലേ? മതം വളരുന്നു എന്ന് പറയുന്ന ഒരു വിഭാഗം ഒരു സ്ഥലത്ത്, ഒരു ഭാഗത്ത്, മതം നശിക്കുന്നു അല്ലെങ്കിൽ മതം തളരുന്നു എന്ന് പറയുന്ന ഒരു ഭാഗം മറുഭാഗത്ത്. ഇത് രണ്ടിനെയും തമ്മിൽ സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ ബയോളജിക്കലായിട്ട് പെറ്റുപെരുകുന്ന മതമാണ് ഞമ്മൻ്റെ മതം എന്ന് നമുക്ക് മനസ്സിലാക്കും. കാരണം വൈകാരികമായി മാത്രം വളരുന്ന ഒരു മതം, എന്നാലോ യുക്തിഭദ്രമായ കാഴ്ചപ്പാട്, അതായത് സ്വതന്ത്ര ചിന്ത, വിചാരം കൊണ്ട് വളരുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഏതൊരാളും ആ മതവിശ്വാസിയായി മാറുന്നത് അവരുടെ മാതാപിതാക്കളും കുടുംബക്കാരും ആ മതത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രമാണ്. ഇന്ന് ഇസ്ലാമിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ആൾക്കാർ ഒരുപക്ഷെ ക്രിസ്ത്യൻ മാതാപിതാക്കളുടെ മക്കളായിരുന്നെങ്കിൽ അവർ ക്രിസ്ത്യൻസ് ആയി മാറുമായിരുന്നു. പക്ഷേ ഒരു യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിച്ച മതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നു, കൂടുതൽ മനസ്സിലാക്കുന്നു, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു. അതിനുശേഷം അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്ത വിജ്ഞാനം കരസ്ഥമാക്കിയ ശേഷമാണ് അവൻ അതിൻ്റെ പൊള്ളത്തരങ്ങളും വിഡ്ഢിത്തങ്ങളും പുറം ലോകത്തോട് വിളിച്ചു പറയുന്നത്. നമുക്ക് ഏതൊരു കാര്യങ്ങളും നിരന്തരമായി ഒരു അന്വേഷണത്വരയാണ് നമ്മളിൽ അന്തർലീനമായി ഉള്ളത്. അതിനെ നമ്മൾ ഏത് രൂപത്തിൽ പരിപോഷിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അത് രണ്ട് തവളകൾ ഒരിക്കൽ ഒരു പൊട്ടക്കിണറ്റിൽ വീണുപോയി. ചുറ്റും നിന്ന തവളകളൊക്കെ പറഞ്ഞു, കിണറ്റിന് വല്ലാത്ത ആഴമാണ്, ഒരിക്കലും നിങ്ങൾക്ക് കയറി വരാൻ കഴിയില്ല, രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞു. ഒരു തവള പകുതി കയറും, അപ്പോഴേ കഥ ഏതാണ്ട് നിരാശനായി അത് താഴേക്ക് വീഴും. പിന്നീട് മറ്റേ തവളയാകട്ടെ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു, കുറച്ച് കയറും, വീണ്ടും കയറും, വീണ്ടും കയറും, വീണ്ടും കയറും. അങ്ങനെ ദിവസങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഒരു തവള രക്ഷപ്പെട്ടു. അപ്പോൾ ആ തവളയോട് മറ്റുള്ളവർ പലതും ചോദിച്ചെങ്കിലും തവള പുറത്തു വന്ന ശേഷവും ആരോടും ഒന്നും മിണ്ടുന്നില്ല. ആ തവള ബധിരനായിരുന്നു. മറ്റുള്ളവർ പറയുന്നത് കേൾക്കാനാണ് നമ്മൾ കാത്തിരിക്കുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ വിജയത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല. ഇനിയും ഒരു ഗ്രന്ഥമുണ്ട് നമ്മുടെ കയ്യിൽ, അത് മാലാഖ ആകാശത്ത് നിന്ന് അള്ളാഹുവിൻ്റെ സന്ദേശം നബിയിലേക്ക് എത്തിച്ചതാണ് എന്ന് പറയപ്പെടുന്നു. ഇത് അള്ളാഹുവിൻ്റെ സന്ദേശമാണ്. ഇത് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ദൈവമോ, അന്യ മതസ്ഥ്യന്റെ കഴുത്ത് വെട്ടാനും അവനോട് പരുഷമായി പെരുമാറാനും അതുപോലെ അവനെ ഉറ്റമിത്രമായി സ്വീകരിക്കാതിരിക്കാനും അങ്ങനെയൊക്കെ പറയുന്ന ഒരു ദൈവമോ, ആ ദൈവം തന്നെയല്ലേ ഈ അന്യമതസ്ഥ്യനെയും സൃഷ്ടിച്ചത് എന്ന ചോദ്യത്തിൽ നിന്നാണ് നമുക്ക് പലപ്പോഴും സംശയങ്ങൾ വരാറുള്ളത്. 55 അധ്യായമുണ്ട് സൂറത്ത് റഹ്മാൻ. ഖുർആനിലെ 55 അധ്യായമാണ് സൂറത്ത് റഹ്മാൻ. ഖുർആനിന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന അധ്യായമാണത്രേ സൂറത്ത് റഹ്മാൻ. ഇതിൽ മൊത്തമുള്ളത് 78 വാചകങ്ങളാണ്. ഇതിൽ 30 വാചകങ്ങൾ ആവർത്തിക്കുക ചെയ്യുന്നു. ഒരിക്കൽ പറഞ്ഞത് തന്നെ പിന്നെയും പറയുന്നു. ആ ആവർത്തനങ്ങൾ ഒഴിവാക്കിയാൽ പിന്നീടുള്ളത് 48 വാചകം മാത്രമേ ഖുർആനിലുള്ളൂ. ഇനി ആദം നബിയുടെ കഥ എടുത്തു നോക്കിയാൽ ഏതാണ്ട് 5 അധ്യായങ്ങൾ ആദം നബിയുടെ കഥ പറയാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. ഇബ്ലീസിന്റെ കഥ പറയാൻ വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്നത് 7 അധ്യായങ്ങൾ. ഇബ്രാഹിമിന്റെ കഥ പറയാൻ മാറ്റി വെച്ചത് 9 അധ്യായങ്ങൾ. മൊത്തം 114 അധ്യായങ്ങളാണുള്ളത്. മൂസയുടെ കഥ പറയാൻ മാറ്റിവെച്ചിരിക്കുന്നത് 7 അധ്യായങ്ങൾ. ഇങ്ങനെ മാറ്റിവെച്ച് നോക്കിയാൽ ബാക്കി എന്താണ്? ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ഉപകാരപ്രദമായ സ്വന്തം സഹജീവിയുടെ മതം നോക്കാതെ അവനെ സ്നേഹിക്കാൻ
എൻ്റെ ചുറ്റുമുള്ളത് മനുഷ്യനാണ് എന്ന് മനസ്സിലാക്കാൻ എത്ര പേരുണ്ടാകും നമ്മുടെ ചുറ്റും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോക്ക്ഡൗൺ ആയി വല്ലാത്ത പ്രതിസന്ധിയിലായ സമയത്ത് അമേരിക്കയിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു വാട്സപ്പ് സന്ദേശം അയച്ചു. ടീച്ചറെ, എങ്ങനെ ഇരിക്കുന്നു? എന്ത് ഹൃദ്യമായി എൻ്റെ ഉമ്മയെ അന്വേഷിക്കാറുണ്ട്, എല്ലാ കാര്യങ്ങളും കൃത്യമായി. അതേപോലും ഞാനൊരു മതത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. മതവിശ്വാസം വളരെ റിജിഡായി ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ സഹോദരങ്ങളൊക്കെ തന്നെയും. എൻ്റെ മതത്തിൽ ജീവിക്കുന്നവർക്ക് അങ്ങനെ തോന്നുന്നില്ല. എൻ്റെ സഹോദരിയാണ്, അതല്ലെങ്കിൽ എൻ്റെ പെങ്ങളാണ്, അവൾ എങ്ങനെ ജീവിക്കുന്നു എന്നറിയില്ല, 2 കുട്ടികളുണ്ട്, മതവും വിശ്വാസവും ആദർശവും ഒക്കെ അവിടെ നിൽക്കട്ടെ, എനിക്കൊന്ന് വിളിച്ചന്വേഷിക്കാം എന്ന് തോന്നുന്നില്ല. അപ്പോൾ ശരിക്ക് മതവിശ്വാസികളെയും മതരഹിതരെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും മാനവിക മൂല്യങ്ങൾക്ക്, മനുഷ്യത്വത്തിന്, പരസ്പരമുള്ള സ്നേഹത്തിനും ഐക്യത്തിനും, ഏറ്റവും കൂടുതൽ സൗഹാർദ്ദത്തിനും പ്രാധാന്യം നൽകുന്നത് മതം ഇല്ലാത്തവരാണ് എന്ന് നമുക്ക് മനസ്സിലാകും. യൂനുസിന്റെ കഥ പറയാൻ 4 അധ്യായങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. ഈസയുടെ കഥ പറയാൻ 8 അധ്യായങ്ങൾ, സുലൈമാന്റെ കഥ പറയാൻ 3 അധ്യായങ്ങൾ. ഇങ്ങനെ നോക്കിയാൽ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ മുഴുവനും എന്താണ് ഉള്ളത്? മനുഷ്യന് ഉപകരിക്കത്തക്ക രൂപത്തിൽ. അപ്പോൾ മതം സ്വീകരിക്കുന്ന ആൾക്കാരെ പൊലിപ്പിച്ചു കൊണ്ടു നടക്കുന്നവർ, ദാ മതം, ഞങ്ങളുടെ മതം വളരുന്നേ, ഞങ്ങളുടെ മതം വളരുന്നേ എന്ന് പറയുന്നവരോട് നമുക്കും ചിലത് പറയാനുണ്ട്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു മതം വിട്ട പയ്യനാണ്. ആ മതം വിട്ട ചെക്കൻ തന്നെ മതം വിടാനുണ്ടായ സാഹചര്യവും മറ്റ് നമ്മളുമായി ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള ചില വിഷയങ്ങളും ഷെയർ ചെയ്യട്ടെ. പിന്നീട് നമുക്ക് കാണാം. ഹായ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ഷാഫി. ഞാൻ എറണാകുളം ആലുവ സ്വദേശിയാണ്. നീ എന്താ ഇങ്ങനെ ആയിപ്പോയേ? നമ്മുടെ ആലുവ ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഇരിക്കും. കുറച്ചുകൂടി ഫോർമലാക്കി പറയുകയാണെങ്കിൽ, നീ എന്തുകൊണ്ട് ഇസ്ലാം വിട്ടു? അതിനെപ്പറ്റി എൻ്റെ ഒരു ജീവിതാനുഭവം അല്ലെങ്കിൽ എൻ്റെ ഒരു സ്റ്റോറി ഒരു ഷോർട്ട് വീഡിയോയിലൂടെ പ്രസൻറ്റ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തിലൂടെയാണ് ഞാനിവിടെ വന്നേക്കണത് നിങ്ങളുടെ മുന്നിൽ. അതിനു വേണ്ടിയിട്ട് എനിക്ക് ഈ അവസരം തന്ന ജാമിദ ടീച്ചറിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അധികം ഇൻട്രൊഡക്ഷനൊന്നും തന്ന് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. ഓക്കെ. മതവിമർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലീഷേ സാധനമാണ്. എനിക്കറിയാം, നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. പക്ഷേ ഒരാൾ മതം വിട്ട ആൾ നമ്മൾ മതത്തിനെ എന്തുകൊണ്ട് വിമർശിക്കുന്നു എന്നുള്ളത് നമ്മൾ ലോകത്ത് നിലനിൽക്കുന്നതിൽ ഏറ്റവും വലിയൊരു അന്ധവിശ്വാസമാണ് മതവിശ്വാസം. അതുകൊണ്ടാണ് അതിനെതിരെ നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത്. മതം വിട്ടൊരാൾ അയാളെ കാണുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അറിയേണ്ട കാര്യം, അത് മതം വിട്ട ആളുകൾക്കും മതം വിടാത്ത ആളുകൾക്കും വിശ്വാസികൾക്കും എല്ലാവർക്കും പെട്ടെന്ന് അറിയാൻ ആഗ്രഹം ഫസ്റ്റായിട്ട് ചോദിക്കുന്ന കാര്യം, നീ എന്തുകൊണ്ട് മതം വിട്ടെന്നുള്ള സംഭവം തന്നെയാണ്. അപ്പം ഞാനും ഒരു മുസ്ലിം ഫാമിലിയിൽ ജനിച്ചത് കൊണ്ട് ഇസ്ലാം ഫോളോ ചെയ്ത് ഇസ്ലാം പഠിച്ച് ആ ഒരു ഏകദൈവമുള്ളൂ എന്ന് വിശ്വസിച്ച് ജീവിച്ച ആൾ തന്നെയാണ് എല്ലാവരെയും പോലെ. അവിടെ ചോയ്സസ് ഇല്ല. കാരണം ഞാനൊരു ഇസ്ലാമിക് ഫാമിലി ജനിച്ചുകൊണ്ട് ഞാൻ ആ മതം ഫോളോ ചെയ്ത്. പക്ഷേ അതിൽ ഊന്നിയായിരുന്നു എൻ്റെ വിശ്വാസം. അപ്പോൾ ആ ഏകദൈവം എന്ന് പറയപ്പെടുന്ന നമ്മൾ വിശ്വസിച്ച് പോകുന്നു. അങ്ങനെ എൻ്റെ ടീനേജ് കാര്യങ്ങളൊക്കെ ആ ഒരു സെയിം വിശ്വാസത്തിലൂടെ തന്നെ കടന്നു പോകുന്നത്. പിന്നീട് ഞാൻ ചെറുതായിരുന്നപ്പോഴും ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. മീൻസ് ചിന്തിക്കാനും ക്വസ്റ്റ്യനുകൾ ചോദിക്കാനും ചിന്തിക്കാനും സമയം ചിലവഴിക്കാനും അതിനുവേണ്ടി ഊർജം ചിലവഴിക്കുന്ന ഏതൊരാൾക്കും തോന്നുന്ന ഡൗട്ടുകളൊക്കെ എനിക്കും തോന്നിയിരുന്നു. ഇസ്ലാമിൽ എന്ത് പരിപാടി ഉണ്ടായാലും അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മതപ്രഭാഷണമോ അല്ലെങ്കിൽ നമ്മൾ മുസ്ലിങ്ങൾ മാത്രം കൂടുന്ന ഏതൊരു അവസരങ്ങളിലും ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പറയാ ഈ മതമാണ് സത്യമതം, ഇതിൽ വിശ്വസിച്ചവർ മാത്രമേ രക്ഷപ്പെടുള്ളൂ, ബാക്കിയുള്ളവരെ കാര്യമൊക്കെ കട്ടപ്പോക്കെയാണെന്ന് എപ്പോഴും അവിടെ പോയാലും എടുത്തു പറയും. ആ ഖുർആനും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പണ്ട് കാലത്ത് നമുക്ക് ഖുർആനിൽ എന്താ എഴുതിയെന്ന് അറിയില്ല. ഈ മതപ്രസംഗങ്ങൾ സ്റ്റേജ് കെട്ടി പറയുന്നത് മാത്രമേ നമുക്കറിയുള്ളൂ. കാരണം ഖുർആൻ്റെ ട്രാൻസ്ലേഷൻ നമ്മൾ വായിക്കുന്നില്ല. ഞാൻ ഒന്നാമത്തേന് വായന ഭയങ്കര മടിയായിരുന്നു, ഒരു ബാക്ക് ബെഞ്ചറായിരുന്നു. വായനയ്ക്ക് ഈ അടുത്ത കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നെയാണ് തുടങ്ങിയത്.
അതിനുശേഷം ഉണ്ടായ ചേഞ്ചുകളൊക്കെയാണ് കുറേ. അപ്പോൾ എന്താ പറയുക, അങ്ങനെ നിൽക്കണമായിരുന്നു. അപ്പോൾ അപ്പം ഉണ്ടായ കോമൺ ചില സംശയങ്ങളൊക്കെയാണ് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴും പല ആളുകളെ കാണുമ്പോഴൊക്കെ വളരെ നല്ല ആളുകളെ സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അവരൊന്നും നമ്മുടെ മതത്തിലോ കാസ്റ്റിലോ പെട്ട ആളുകളായിരിക്കാറില്ല. പക്ഷേ അവരൊക്കെ എത്ര നല്ലവരാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഉമ്മയോടോ അല്ലെങ്കിൽ അമ്മയോടോ നമ്മുടെ മാതാപിതാക്കളോടോ എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ടിരുന്നിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു സൈക്കിൾ വേണമെന്ന് ഞാൻ എൻ്റെ ഉമ്മയുടെ അടുത്ത് പറയാം. അപ്പോൾ ഉമ്മ പറയാണ്, നീ ഒരു പണി, നീ വീടിന് ചുറ്റും ഒരു 10 റൗണ്ട് കിടന്ന് ഉരുള്, അല്ലെങ്കിൽ നീ എന്നെ ഒരു 10 പ്രാവശ്യം പുകഴ്ത്തി പറ, അപ്പോൾ ഞാൻ നിനക്കൊരു സൈക്കിൾ വാങ്ങിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്നതിന് ശേഷം നീ ഇത് ഡെയിലി ഒരു 10 പ്രാവശ്യം വെച്ച് ചെയ്യണം എന്ന് ഒരിക്കലും ഒരു വീട്ടുകാർ പറയത്തില്ല. അതുമാത്രമല്ല, പല ടൈപ്പ് അമ്മമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില അമ്മമാരുണ്ട്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള അമ്മമാരാണ്, അവരുടെ മക്കൾ മഹാമോശമായിരിക്കും. ഒരമ്മയും മക്കളെ വളർത്തുന്നത് ഇവരെന്തെങ്കിലും ചെയ്യുമോ എന്തെങ്കിലും കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടല്ല. അപ്പോൾ ചില മക്കൾ കള്ളൊക്കെ കുടിച്ച് ആകെ ബോധമില്ല വെളിവില്ലാണ്ടൊക്കെ വന്നിട്ട് അമ്മമാരെ രാത്രി തല്ലുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്തിട്ട് രാത്രി ബോധമില്ലാണ്ട് കിടന്നുറങ്ങും. അങ്ങനെ കിടന്നുറങ്ങുന്ന മക്കൾക്ക് പിറ്റേ ദിവസം രാവിലെ ഇയർലി മോർണിംഗ് എഴുന്നേറ്റ് ഭക്ഷണം കൊടുത്തു വിടാൻ പറ്റിയില്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്ന അമ്മമാരുണ്ട്. രാവിലെ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു വിടുന്ന അമ്മമാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്മ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ മകനെ നോക്കുന്നത്. അതൊക്കെ ഒരു ജനറ്റിക്കലായിട്ടുള്ള ഇതാണ്. അതൊരു അമ്മയ്ക്ക് മകനോടുള്ള സ്നേഹമാണ്. അപ്പോൾ ഒരു അമ്മ ഒന്നും പ്രതീക്ഷിക്കാണ്ട് മകനെ സ്നേഹിക്കുമ്പോൾ ഈ ലോകം മുഴുവൻ പടച്ച് ഈ യൂണിവേഴ്സിനെ മുഴുവൻ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരു ഓൾമൈറ്റി സർവശക്തനും പരമ കാരുണ്യവാനും ഒക്കെ ആയിട്ടുള്ളൊരു ദൈവം, ദൈവം എങ്ങനെയാണ് എല്ലാത്തിനും പ്രതിഫലം ചോദിക്കുന്നത്? മീൻസ് നമുക്ക് അത് തന്നില്ലേ, നിനക്ക് കണ്ണ് തന്നില്ലേ, കാഴ്ച തന്നില്ലേ, ജലം തന്നില്ലേ, ഭക്ഷണം തന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതിനൊക്കെ നമ്മളെ അടിമയാക്കുകയും അടിമ എന്ന് നമ്മളെപ്പോഴും പറയുകയും ചെയ്യും. ഇത് തന്നതിനെല്ലാത്തിനും നമ്മൾ പുള്ളിയെ എപ്പോഴും പുകഴ്ത്തി പറയണം. പുള്ളി മഹാനാണ്, വലിയവനാണ് എന്നൊക്കെ 5 നേരം പുകഴ്ത്തി പറയണം. കിട്ടുന്ന അവസരത്തിലൊക്കെ പുകഴ്ത്തി പറയണം. പുള്ളിക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതാവസാനം വരെയും എല്ലാ കാര്യങ്ങളും നമ്മൾ പുള്ളിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു ദൈവം ആഗ്രഹിക്കുമോ? അങ്ങനെ ദൈവം ഉണ്ടാവുമോ? ഒരു ദൈവം ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല എന്നുള്ളൊരു എൻ്റെ ദൈവസങ്കല്പത്തിലേക്ക് മാറിക്കൊണ്ട് കുറച്ചാൾ ഇങ്ങനെ ട്രാക്ക് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. ഇതാണ്. ഇനി പറയുകയാണെങ്കിൽ വളരെ വലിയതായി പോവും. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് നടന്ന എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റത്തില്ല. അപ്പം ഇനി നമ്മുടെ അടുത്തൊരു സെക്ഷനിലേക്ക് നമുക്ക് പോവാം. പിന്നീടാണ് ഞാൻ എന്നെ തന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു എന്താണ് സത്യം എന്നറിയാൻ വേണ്ടിയിട്ട്, കാരണം ഖുർആൻ വായിക്കുമ്പോൾ ഉള്ള ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു ക്രിട്ടിക്കൽ റീഡിങ്ങിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് എൻ്റെ മെയിൻ സംശയം. അങ്ങനെയാണ് ദൈവം ഇല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, ജീവൻ എങ്ങനെ ഉണ്ടായിരുന്നു, എല്ലാവർക്കും ഉള്ള സംശയങ്ങളൊക്കെ തന്നെ. അതിലൂടെയാണ് ഞാൻ തിയറി ഓഫ് എവല്യൂഷൻ അല്ലെങ്കിൽ ഈ പരിണാമ സിദ്ധാന്തത്തിനെ പറ്റിയിട്ടൊക്കെ വായിക്കാൻ തുടങ്ങിയത്. സ്കൂളിൽ പണ്ട് എവിടെയോ ഡാർവിന്ന് കേട്ടിട്ടുള്ള അല്ലാണ്ട് ഞാൻ പിന്നീട് ഡാർവിനെ പറ്റി കേൾക്കുകയോ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യാറുണ്ടായില്ല. അപ്പോൾ പിന്നീട് ഈ പരിണാമ സിദ്ധാന്തം ഒരു അളവിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം, ഒരു ലെവൽ വരെയും പരിണാമ സിദ്ധാന്തം മനസ്സിലായതിന് ശേഷം എനിക്ക് മനസ്സിലായി മനുഷ്യൻ അല്ലെങ്കിൽ ഈ ലോകത്ത് കാണുന്ന പല ജീവികളും ഉണ്ടാവാനായിട്ട് അങ്ങനെ ഒരു സൃഷ്ടാവോ ഇതൊന്നും വേണ്ട എന്നുള്ള കാര്യത്തിൽ ഒരുവിധം തീരുമാനമായി. പിന്നീടാണ് രണ്ടിനെയും പറ്റിയിട്ടുള്ള പഠനങ്ങൾ കൂടുതലായിട്ട് ഞാൻ ഹദീസുകൾ വായിക്കാനും ഖുർആൻ കൂടുതൽ വായിക്കാനും ഒക്കെ തുടങ്ങുന്നത്. ഞാൻ പെർഫെക്റ്റാണ്, ഖുർആനിൽ നീ എന്താണ് കുഴപ്പങ്ങളൊക്കെ കണ്ട എന്ന് ചോദിച്ചാൽ, ഖുർആനിൽ ഞാൻ കണ്ട പ്രശ്നങ്ങൾ, ഞാനല്ല എല്ലാവരും കാണുന്ന പ്രശ്നങ്ങൾ ഏകദേശം ഒരുപോലത്തെ സാധനങ്ങളാണ്. ഒരു കാര്യം, ഇസ്ലാമിൻ്റെ ഐഡിയോളജി അനുസരിച്ച് ഒരൊറ്റ ഗ്രന്ഥം, അത് ഈ ലോകത്തിൽ ഇനി വരാനുള്ളതും വരാൻ പോകുന്നതും ഇതിനു മുന്നേ കഴിഞ്ഞു പോയതും എല്ലാ കാര്യങ്ങളും ഉള്ളൊരു ബ്ലൂ പ്രിൻ്റ്, ഈ ഒരു പുസ്തകം മതി ഈ ലോകത്ത് ജീവിക്കാൻ. അപ്പോൾ അങ്ങനെ പറയുന്നൊരു പുസ്തകം ഞാൻ എൻ്റെ ഒബ്സർവേഷനിലൂടെയും എൻ്റെ മനസ്സിലാക്കലിലൂടെയും ഞാൻ
കണ്ടെത്തിയതും അറിഞ്ഞതും വെച്ചിട്ട് ഒരിക്കലും ഒരു പുസ്തകത്തിൽ അങ്ങനെ ലോകത്തെ മൊത്തമായിട്ട് എഴുതി വയ്ക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു ബുക്ക് നോക്കി മാത്രം നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ ഒരിക്കലും കഴിയത്തില്ല. നമ്മൾ പല കാര്യങ്ങളും പല സംഭവങ്ങളും നമ്മളെക്കാളും പ്രായം കുറഞ്ഞവരിൽ നിന്നും കൂടിയവരിൽ നിന്നും പല അനുഭവങ്ങളിൽ നിന്നും നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പല ഡാറ്റയുടെ ബേസിലാണ് നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. അല്ലാണ്ട് ഒറ്റയടിക്ക് ഒരു പുസ്തകം മാത്രം റെഫർ ചെയ്തുകൊണ്ട് പഠിക്കുക എന്നുള്ളൊരു ലോജിക്ക് നടപടിയുള്ള കാര്യമല്ല. പിന്നെ ഉണ്ടായ സംശയങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആൻ ഒരു എല്ലാം അടങ്ങിയ ഗ്രന്ഥമാണ്, പൂർണ്ണ ഗ്രന്ഥമാണെന്ന് പറയുമ്പോഴും ഖുർആന് എപ്പോഴും വ്യാഖ്യാനിക്കാനായിട്ട് ഒരു 10-100 ഗ്രന്ഥങ്ങളുടെ സഹായം വേണം. തഫ്സീർ, അതേപോലെ ഹദീസുകൾ, പല ഇമാമുകൾ എഴുതിയ ഹദീസുകളായിട്ട് ഒരുപാട് ഹദീസുകളും കാര്യങ്ങളും പല പുസ്തകങ്ങളും, പിന്നെ നമ്മൾ പലപ്പോഴുമായിട്ട് ഇസ്ലാമിൻ്റെ ഇടയിലുള്ള അടികൾ വെച്ച് തീരുമാനങ്ങൾ ഉണ്ടാക്കുന്ന ഫത്വകളുമായിട്ട് ഒരുപാട് സാധനങ്ങൾ കൂടിച്ചേർന്നാൽ മാത്രമാണ് ഖുർആൻ പൂർണ്ണമാവുന്നത്. അപ്പോൾ ഖുർആൻ പൂർണ്ണമാണ്, എല്ലാം അടങ്ങിയ പുസ്തകമാണെന്ന് പറയുമ്പോഴും ഖുർആന് നിലനിൽക്കണമെങ്കിൽ വേറെ കുറേ ബുക്കുകൾ വേണം. ഇതെല്ലാം എന്നെ വളരെ രീതിയിൽ സംശയം ഉണ്ടാക്കി. അതെല്ലാം എന്നെ ഖുർആനിലോടുള്ള ആ ഒരു എൻ്റെ ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ട് അതെല്ലാം. പിന്നെ ഈ ആദവും ഹവ്വയും, പിന്നെ ഈ ഖുർആൻ്റെ ബ്ലൂ പ്രിൻ്റ്, ഇത് ശരിക്കും ഖുർആൻ എൻ്റെ ഒറിജിനൽ ഖുർആൻ ഓൾറെഡി മനുഷ്യനെ സൃഷ്ടിച്ച് ഇങ്ങോട്ട് വിടുന്നതിന് മുന്നേ, മനുഷ്യൻ വരുന്നതിന് മുന്നേ പടച്ചോനെ എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെയാണ് ഇസ്ലാം പറയുന്നത്. അങ്ങനെയുള്ള ഒരു ബുക്കിൽ തിരുത്തൽ ഒരു ആയത്ത്, ഈ ആയത്ത് കൊള്ളില്ലെങ്കിൽ ഞാൻ ഇതിനും നല്ല ആയത്തുകൾ വേറെ ഇറക്കും എന്നൊക്കെ പടച്ചോൻ പറയുന്നുണ്ട്. അപ്പോൾ പടച്ചോന് ഇത്രയും ഫ്യൂച്ചറിനെ പറ്റിയും പ്രസൻറ്റിനെ പറ്റി എല്ലാത്തിനെയും പറ്റിയും വളരെ കാഴ്ചപ്പാടും, എല്ലാ ഒരു ഇല അനങ്ങുന്നത് പോലും അത് അനങ്ങുന്നതിൽ മുന്നേ മനസ്സിലാവുന്നതും അതിനെ അനക്കാൻ പറ്റുന്നതുമായ ദൈവത്തിന് എന്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ആദ്യം മുതൽ പഠിപ്പിക്കാൻ പറ്റുന്നില്ല? 1,40,40,000 പ്രവാചകന്മാർ, ഓരോ പ്രവാചകന്മാർ വന്നിട്ടും ഫെയിലിയർ, അവരിലൂടെ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പിന്നീടുള്ളവർക്ക് പഠിപ്പിക്കുന്നു. ഇതെല്ലാം ഖുർആൻ്റെയും പടച്ചോൻ്റെയും അപാകതയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഖുർആനിലെ ഈ ആദവും ഹവ്വ കഥ, അതൊരു വളരെ ലോജിക്കില്ലാത്ത കഥയാണ്. സ്വർഗത്തിൽ നിന്ന് പുറത്തു വരുന്നതും ഇതെല്ലാം ലോജിക്കില്ലാത്ത കഥകളാണ്. പിന്നെ ഖുർആനിൽ തന്നെ പലപ്പോഴും പടച്ചോൻ തന്നെ പറയുന്നുണ്ട്, നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, നീ നല്ല മാർഗത്തിലാവില്ല, ഞാൻ വിചാരിക്കാണ്ടല്ലാണ്ട് നീ നല്ല മാർഗത്തിലാവത്തില്ല, നിങ്ങളെ വഴി പിഴപ്പിച്ചത് ഞാനാണെന്ന് പടച്ചോൻ പറയുന്നുണ്ട്. അതുപോലെ ഈ സ്ത്രീ വിരുദ്ധത, സ്ത്രീയെ അടിക്കാനും അടിച്ച് നന്നാക്കാനും ഒക്കെ, പുരുഷനെ അടിക്കുന്നതോ പുരുഷന് എതിരെയുള്ള ഒരു ഇതുമില്ല. ഒരു മെയിൽ ഡോമിനേറ്റഡ് മതമാണ്. എല്ലാ മതങ്ങളെ പോലെയും ഇസ്ലാമും ഒരു മെയിൽ ഡോമിനേറ്റഡ് മതമാണ്, പുരുഷൻ്റെ മതമാണ്. ഇതെല്ലാമാണ് സ്ത്രീ ഇക്വാലിറ്റി എന്ന് പറയുന്ന സാധനം ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ ഇക്വാലിറ്റിയാണ്, സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ ആദരിക്കുന്നതെന്നൊക്കെ വളരെ കഥയൊക്കെ അടിച്ചു വിടാം, അതൊക്കെ കേൾക്കാനൊക്കെ നല്ല രസമാണ്. പക്ഷേ കോർ ഐഡിയയിൽ അങ്ങനെ ഒരു സിസ്റ്റമേ ഇല്ല. കാരണം പുരുഷനെ എത്ര വേണം വിവാഹം കഴിക്കാം, അപ്പോൾ സ്ത്രീക്ക് അത് തിരിച്ചു പറ്റത്തില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും, സ്വത്തായാലും സ്ത്രീക്ക് ഒരു എന്താണ് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ലെവലിൽ വളരാനോ അല്ലെങ്കിൽ ഒരു രാജ്യം ഭരിക്കാനോ ഒന്നും സ്ത്രീക്ക് അവകാശമില്ല. സ്ത്രീക്ക് പള്ളിയിൽ പോകാൻ പോലും അവകാശമില്ല. സ്ത്രീ വീട്ടിൽ തന്നെ നിസ്കരിക്കുന്നതാണ് ഉത്തമം എന്ന് എടുത്തു പറഞ്ഞതാണ് നമ്മുടെ മുഹമ്മദ് നബി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇസ്ലാമിൽ നിന്നും പുറത്തു വരാൻ കാരണം. പിന്നെ ഇസ്ലാമിൽ ഭയങ്കര ഫ്രീ വില്ലാണ് ഇതെന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനൊരു നമ്മുടെ ഈ അടുത്തിടെ ഒരു ഇറങ്ങിയൊരു സീരീസിലൊരു ഡയലോഗ് തന്നെ ഉപയോഗിക്കാതെ പറയാം, ഇഫ് യു ആർ ട്രൂലി ഫ്രീ യു വിൽ ഹാവ് ചോയ്സസ് എന്നാണ്. അപ്പോൾ നീ ശരിക്കും ഫ്രീ ആണെന്നുണ്ടെങ്കിൽ നിനക്ക് ചോയ്സസ് ഉണ്ടാവും. ഇസ്ലാമിൽ എവിടെയാണ് ചോയ്സ്? പടച്ചോൻ എല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച് വെച്ചേക്കാണ്. എന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ നമുക്ക് അധികാരമുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് എല്ലാം അറിയാവുന്ന ആള്, നാളെ നടക്കുന്ന കാര്യത്തെപ്പറ്റിയും അറിയാവുന്ന ആള് എങ്ങനെയാണ് നമ്മളെ പരീക്ഷിക്കുന്നത്? നമുക്ക് ഫ്രീ വില്ല് നൽകുന്നത് എങ്ങനെയാണ്? അതിൽ ഖുർആനിൽ തന്നെ പലപ്പോഴും എടുത്തു പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ നീയൊക്കെ നന്നായേനെ,
നിന്നെയൊക്കെ വഴി പിഴപ്പിച്ചത് ഞാനാണെന്ന് പടച്ചവൻ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഖുർആനിലെ ഓരോ കാര്യങ്ങളും എടുത്ത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു കോമൺ സംഭവം മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ ഫ്രീ വിൽ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കില്ല ഇവിടെ. ഞാനിപ്പോൾ ഒരു കത്തി എടുത്ത് ഒരാളെ നാളെ കൊല്ലണം എന്ന് ആഗ്രഹിച്ചെന്ന് വിചാരിച്ചു. ഞാൻ കത്തിയൊക്കെ എടുത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ട് നാളെ പോയിട്ട് പുള്ളീനെ പോയിട്ട് കൊല്ലാൻ അടുത്തുവരെ എത്തിയിട്ട് ഞാൻ ആ മനം മാറി അയാളെ കൊല്ലാണ്ട് തിരിച്ചു വരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ കത്തി എടുത്തു വെക്കുന്നതും പടച്ചവനറിയാം, പിറ്റേ ദിവസം പോയിട്ട് ഞാൻ കൊല്ലൂല എന്നും പടച്ചവനറിയാം. അല്ലെങ്കിൽ ഞാൻ ഇനി കൊല്ലുമെന്നാണെന്നുണ്ടെങ്കിൽ അത് പടച്ചവൻ അറിയില്ല എന്ന് വിചാരിച്ചു. ഞാൻ കൊല്ലുമോ ഇല്ലോ എന്ന് അറിയില്ലെന്ന് വിചാരിച്ചാൽ എല്ലാത്തിനെയും പറ്റി അറിയാവുന്നതും ഫ്യൂച്ചർ അറിയാൻ പറ്റുന്ന ഒരു പടച്ചവനാണെന്ന് പറയുന്നതിൽ പ്രശ്നം വന്നു. അപ്പോൾ പടച്ചവന് ഞാൻ നാളെ കൊല്ലോ ഇല്ലേ ഞാൻ എന്ത് ചിന്തിച്ച് മനസ്സിലാക്കിയാലും അത് എൻ്റെ ചിന്തയായിക്കോട്ടെ എന്തായിക്കോട്ടെ, അത് ഞാൻ എന്ത് ചെയ്യുമെന്ന് പടച്ചവനറിയാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പടച്ചവൻ്റെ ഡിക്ഷണറിയിൽ പരീക്ഷണം, എല്ലാം അറിയുന്ന ആൾക്ക് പരീക്ഷണം എന്ന് പറയുന്ന സംഭവം നടക്കൂല. കാരണം ഇന്നിപ്പോൾ ജനിച്ചവരും തൊട്ട് ഇതിനു മുന്നേ ജനിച്ച് വളർന്നവർ പഠിച്ചവരെല്ലാവരും ഇനി സ്വർഗത്തിൽ ആരൊക്കെ ഉണ്ടാവുമെന്ന് പുള്ളിക്ക് ഇപ്പോഴേ അറിയാൻ പറ്റും. പുള്ളി എങ്ങനെയാണ് പിന്നെ സെലക്ട് ചെയ്യുന്നത്? സെലക്ഷൻ അവിടെ പോസിബിൾ അല്ല, ചോയ്സസ് പോസിബിൾ അല്ല. പിന്നെ ഇസ്ലാമിൽ ജനിച്ചുകൊണ്ട് അഹങ്കരിക്കാനൊന്നും ഇല്ല. ഇപ്പോൾ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ എന്താണ് നീ, എന്ത് ബടുക്കാണ് നീ, എന്ത് ഇങ്ങനെ നടക്കുന്നതെന്നും അങ്ങനെ പറയേണ്ടത് നമ്മൾ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നത്, എങ്ങനെ ജീവിക്കുന്നു, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ട് ജീവിക്കുന്നതാണ് അതിൻ്റെ ഒരു ഇത്. ഇസ്ലാമിൽ ജനിച്ചുകൊണ്ട് ഇസ്ലാം മതം ഫോളോ ചെയ്യുന്നത് ഒരു മഹാസംഭവമൊന്നുമല്ല. അതൊരു ചോയ്സ് അല്ല. നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ഒപ്പം കിട്ടുന്ന കാര്യം. നമ്മൾ സ്വന്തമായിട്ട് ഒരു ക്രിട്ടിക്കൽ റീഡിങ് നടത്തി ചിന്തിച്ച് പഠിച്ചിട്ട് ഒരു മതം സ്വീകരിച്ചിട്ട് അതിൽ പോവുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയാം. ഇതൊരു ചോയ്സും ഇല്ലാണ്ട് നമ്മൾ ജനിച്ചുകൊണ്ട് നമ്മളൊരു സാധനം ഫോളോ ചെയ്തുകൊണ്ട് ഒരു മതം തലയിലേറ്റിക്കൊണ്ട് നടക്കുന്നത് അതാണെന്ന് നമുക്ക് ശരിയെന്ന് നമുക്ക് തോന്നുന്നതാണ്. അതുകൊണ്ട് അഹങ്കരിക്കാനായിട്ട് ഒന്നുമില്ല. ഞാൻ മുസ്ലിമായിട്ട് ജനിച്ചു ഇസ്ലാമിലാണെന്ന് വിചാരിച്ച് അഹങ്കരിക്കുന്ന പല ആൾക്കാരുണ്ട്. പിന്നെ ഇസ്ലാമിൽ എപ്പോഴും എടുത്തു പറയുന്ന കാര്യം, നിനക്ക് മതം അറിയാൻ പാടില്ലായിട്ടാണ്, നീ വായിച്ച ശരിയല്ലായിട്ടാണ്, നീ ഇതല്ലായിട്ടാണ്. ഇസ്ലാം മതം നമ്മൾ പോയി പഠിച്ച് അറിയണമെന്നാണ്. സത്യം നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അതിനുള്ള ബുദ്ധി നമുക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെ 3 നേരം ഭക്ഷണം കിട്ടുന്നവരും വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരും അങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ളവരെ പറ്റിയാണ് നമുക്ക് ഇത് ചിന്തിക്കാൻ പറ്റുള്ളൂ. കാടുകളിലും പല ദ്വീപുകളിലും ഇപ്പോഴും മനുഷ്യൻ എന്താണ്, മോഡേൺ സയൻസ് എന്താണ്, മെഡിസിൻ എന്താണെന്നൊന്നും അറിയാൻ പാടില്ലാണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഇവർക്ക് അതുപോലെ ഈ ഭിക്ഷക്കാർ വേറെ പ്രാന്തന്മാരായിട്ട് പുറത്തൊക്കെ ഓടി നടക്കുന്നതും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കോമൺ സെൻസ് ഇല്ലാത്ത പല ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ എങ്ങനെയാണ് ഈ ലോകത്തുള്ള ഈ 4300 മതങ്ങളുടെ പുസ്തകങ്ങളും പഠിച്ച് ഏതാണ് സത്യം, നന്മ എന്നൊക്കെ മനസ്സിലാക്കുന്നത്? അതൊക്കെ നമ്മളെപ്പോലുള്ളവർക്ക് പോലും ഈ ലോകത്തുള്ള എല്ലാ മതങ്ങളെയും പറ്റി പഠിച്ചിട്ട് ഏതാണ് സത്യം തിരിച്ചറിയാൻ പറ്റില്ല. ഒരാൾ ഹിന്ദുവിലാവുമ്പോൾ ഹിന്ദുമതം നല്ലതാണെന്ന് അയാൾ വിശ്വസിക്കുന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പഠിക്കുകയോ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ആരാണ് ലോകത്തെ എല്ലാ മതവും പഠിച്ചിട്ട് ഇത് അങ്ങനെയൊന്നും നമുക്ക് വേർതിരിച്ച് ഏതാണ് സത്യം, നന്മ, എന്തിലാണ് ഇതെന്നൊന്നും. നമ്മൾ നന്മയും തെറ്റും തിന്മയും എല്ലാം നമ്മൾ കണ്ടെത്തുന്നതും അറിയുന്നതൊക്കെ നമ്മളൊരു സോഷ്യൽ ലൈഫിൽ ജീവിച്ചുകൊണ്ടാണ്. പഴയ കാലത്ത് നിന്നും ഓരോ ഗോത്ര സമൂഹത്തിൽ നിന്നും നമ്മളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന മോഡേൺ മനുഷ്യൻ എന്നുള്ള രീതി വരെ വന്നേക്കുന്നത് നമ്മുടെ അനുഭവങ്ങളിലൂടെയും നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന ധാർമ്മികതയൊക്കെ കൊണ്ടുവന്നേക്കണം. അല്ലാതെ ധാർമ്മികത ഒറ്റയടിക്ക് ഒരു ദിവസം ആദമിലൂടെ ഇവിടെ വരെ ആദം ടു മുഹമ്മദ് വരെ ആയിട്ട് കൊണ്ടുവന്ന സാധനമൊന്നുമല്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു അനുഭവം. ഇനി ഇസ്ലാമിൽ നിന്ന് എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളും പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് സംസാരിക്കാൻ പറ്റും. പിന്നെ ഇസ്ലാമിൻ്റെയും ഇതേപോലെ ഹദീസിൻ്റെയും കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണെങ്കിൽ ജാമിദ ടീച്ചറൊക്കെ നമ്മളെക്കാളും അറബിയും കാര്യങ്ങളൊക്കെ അറിയാവുന്നവരാണ്. നമ്മളതിൽ ട്രാൻസ്ലേഷൻസൊക്കെ വെച്ച് വായിക്കുന്ന ആൾക്കാരാണ്. ട്രാൻസ്ലേഷൻ വെച്ച് വായിച്ചാൽ മതി. അങ്ങനെ വായിച്ചാൽ മനസ്സിലാവാൻ പറ്റാത്ത ഗ്രന്ഥം വായിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ലോകത്തുള്ള മനുഷ്യന്മാർക്കൊന്നും മനസ്സിലാവാത്ത ഗ്രന്ഥം അത് പടച്ചവന് അതും പറയുന്നുണ്ട്. ഇതൊന്നും ഇടയ്ക്ക് പറയും ഖുർആൻ ലളിതമാണെന്ന്.
പിന്നെ കോൺട്രഡിക്ടറി ആയിട്ട് വീണ്ടും വേറെ സ്ഥലത്ത് പറയും ഇതൊന്നും അങ്ങനെ നിങ്ങൾക്കൊന്നും വായിച്ചാൽ അങ്ങനെ ഒന്നും മനസ്സിലാവില്ല, ചിലതൊക്കെ എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. പുള്ളിക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ട് ഈ പാവം മനുഷ്യന്മാരിട്ട് ഇടങ്ങേറാക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇസ്ലാം വിടാനുള്ളൊരു കാരണം. പിന്നെ ഞാൻ ഇസ്ലാം വിട്ടത് കൊണ്ട് ഞാനിപ്പോൾ ഒരു 3 വർഷത്തിന് മേലായിട്ട് മീൻസ് പൊതു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടി മതത്തിനെ ട്രോളയും മതത്തിനെതിരെ പറയാൻ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എൻ്റെ കുടുംബക്കാരൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ആൾക്കാരാണ്, നല്ല സ്നേഹമുള്ള ആളുകളാണ്, എല്ലാവരും നല്ല ഇതാണ്. കാരണം ആരും എൻ്റെ അടുത്ത് ഇതുവരെ അത്ര മോശമായിട്ടൊന്നും ഇതുവരെയും പെരുമാറിയിട്ടില്ല ഈ ഒരു കാരണം വെച്ചുകൊണ്ട്. പക്ഷെ ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഒരാൾ പുറത്തു പോകുമ്പോൾ അയാൾക്ക് അനുഭവിക്കേണ്ട സമൂഹത്തിലെ ബുദ്ധിമുട്ടുകളും വിഷമതകളും അവഗണനയൊക്കെ അതിൻ്റെ ഇത് ആഴം വളരെ വലുതാണ്. പക്ഷെ എനിക്ക് അത്രയ്ക്കൊന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതെൻ്റെ നാട്ടുകാരാണെങ്കിലും എൻ്റെ കുടുംബക്കാരാണെങ്കിലും എന്നെ അങ്ങനെ ഒരു രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ആ കാര്യത്തിൽ എനിക്കൊരു പിന്നെ ഞാൻ പുറത്ത് പറയാൻ ധൈര്യം കാണിച്ചു എന്ന് മാത്രമാണ്. ഈ മുസ്ലിം കുടുംബത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിം ഫാമിലിയിൽ നിന്ന് പുറത്തു വന്നിട്ട് ഇസ്ലാമിനെതിരെ സംസാരിക്കുക അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു വരാമെന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അതുകൊണ്ടാണ് പല ആൾക്കാരും, എനിക്കറിയാം ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളുണ്ട് കേരളത്തിൽ തന്നെ ഇസ്ലാം മതം വിട്ടിട്ട് പുറത്ത് പറയാണ്ട് ഇസ്ലാം ഫോളോ ചെയ്യുന്നെന്ന് അഭിനയിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. പേടിയായിട്ടാണ് അവർക്ക്. ചിലവർ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ജീവിക്കുന്ന, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ഇസ്ലാം മതം. പക്ഷേ എന്നെ സംബന്ധിച്ചോളം അങ്ങനെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എൻ്റെ ഫാമിലിയിൽ നിന്നാണ്, എൻ്റെ ഉമ്മ എന്നാണെങ്കിലും വാപ്പ എന്നാണെങ്കിലും അതേപോലെ എൻ്റെ കുടുംബക്കാർ, എൻ്റെ ആരാണെങ്കിലും എൻ്റെ ഉമ്മയുടെ ഫാമിലി എല്ലാവരും നല്ല ആളുകളാണ്. അത്രയ്ക്കും യാഥാസ്ഥികമായിട്ട് ചിന്തിച്ചുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കാനോ അങ്ങനെ നമ്മളെ കൊല്ലുമെന്നോ അല്ലെങ്കിൽ നമ്മളെ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും അധികം ആളുകൾ ഇതുവരെ വന്നിട്ടില്ല. ഇനി വരോ ഇല്ലയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇസ്ലാം വിട്ടിട്ട് എനിക്ക് അങ്ങനെ പബ്ലിക്കിൽ നിന്നൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ അല്ലാണ്ട് തെറിവിളികളും കാര്യങ്ങളും ഫേസ്ബുക്കിലൂടെയും മെസ്സഞ്ചറിലേക്കൂടെയൊക്കെ ഉണ്ടാവും. അതൊക്കെ പൊതുവെ എല്ലാവർക്കും ഉള്ള സാധനങ്ങളാണ്. അല്ലാണ്ട് ഇതേപോലത്തെ ഭീകരമായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് ആവശ്യം എന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാറുണ്ട്. പൊതുവായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, മതമൊന്നും ഇല്ലെങ്കിൽ ഈ മതം എന്ന് പറഞ്ഞാൽ ഈ ധാർമ്മികത എന്ന് പറഞ്ഞിട്ടാണല്ലോ ഈ മതം എല്ലാവരും പുകഴ്ത്തി പിടിക്കുന്നത്. അപ്പോൾ മതം ഇല്ലെങ്കിൽ നീ തെറ്റും ശരിയും എങ്ങനെ കണ്ടെത്തും, അതെങ്ങനെ മനസ്സിലാക്കും എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇപ്പോൾ ഇസ്ലാമിലല്ലാത്തവർ തെറ്റും ശരിയും മനസ്സിലാക്കുന്നില്ല, അപ്പോൾ അവർക്ക് വേറെ മതമില്ല എന്ന് ചോദിക്കാം. അങ്ങനെ വേറെ മതത്തിന് അംഗീകരിക്കുന്ന ഒരു മതമല്ലല്ലോ ഇസ്ലാം മതം. അപ്പോൾ തെറ്റും ശരിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, തെറ്റും ശരിയും നമ്മൾ അറിയാനും പേടിക്കാനൊക്കെ വേറൊരു വകുപ്പും കൂടിയുണ്ട്. നമ്മുടെ ലോ, പോലീസ്, ഭരണഘടന, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനി അതല്ലാണ്ട് തെറ്റും ശരിയും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ സമൂഹത്തിലൂടെയാണ്. അതുപോലെ തന്നെ എനിക്ക് മറ്റൊരാൾ എന്നെ എന്ത് ചെയ്താലാണ് എനിക്ക് വിഷമാവുന്നത്, ആ ഒരു കാര്യം മറ്റുള്ളവരോട് നമ്മൾ ചെയ്യാണ്ടിരിക്കലാണ് ഏറ്റവും വലിയ നന്മ. നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും സഹായിച്ചില്ലെങ്കിലും ഒന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക, അതൊരു അഡ്വാൻസാണ്, ബോണസാണ്. നിങ്ങൾക്ക് ചെയ്യാം, അത് നല്ലൊരു കാര്യം. ഇനി അങ്ങനെ ചെയ്തില്ല, വേറൊരാളുടെ ജീവിതത്തിലും ഇടപെടാണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ട് നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നന്മ. അത് നമ്മൾ പഠിക്കുന്നതും പല കാര്യങ്ങളും പഠിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ നിന്നാണ്. ഞാൻ എൻ്റെ കൊച്ചുകുട്ടികളിൽ നിന്ന് വരും പല സാധനങ്ങളും പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ കാര്യം ഒബ്സർവ് ചെയ്യുക, നമ്മുടെ കണ്ണ് തുറന്ന് നമ്മുടെ ലോകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാൻ പറ്റും. അതിൽ നിന്ന് തന്നെ തെറ്റും ശരിയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സാധനം നമ്മുടെ കയ്യിലുണ്ട്. അല്ലാണ്ട് തെറ്റും ശരിയും ബുക്ക് നോക്കി വായിച്ച് പഠിച്ചിട്ടൊന്നുമല്ല ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. അങ്ങനെ വായിച്ച് പഠിച്ചാലൊന്നും ഫോളോ ചെയ്യില്ല. അതിനൊക്കെ ഇവിടെ ലക്ഷക്കണക്കിന് എക്സാമ്പിൾസ് ഉണ്ട്, അതൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയേക്കുന്നത്. ഇതൊക്കെ എൻ്റേതായ പേഴ്സ്പെക്റ്റീവാണ്. പലവർക്കും പല ചിന്താരീതികളായിരിക്കും. എൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ പേഴ്സ്പെക്റ്റീവാണ് ഞാനിവിടെ പറയുന്നത്. വേറൊരു കോമൺ ക്വസ്റ്റ്യനാണ്, നീ എങ്ങനെ ഇസ്ലാം വിടാൻ പറ്റുന്ന, ഇസ്ലാം എങ്ങനെ സത്യമല്ലാണ്ടാവുന്ന? കണ്ടില്ലേ, ലോകത്ത് ഏറ്റവും കൂടുതൽ പടർന്നു പന്തലിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം. ഇസ്ലാമാണ് ഇപ്പോൾ ഏറ്റവും ജനസംഖ്യയിലേക്ക് കുറച്ച് കൊല്ലങ്ങൾക്ക് ശേഷം ഇസ്ലാമായിരിക്കും ഏറ്റവും കൂടുതൽ. ഇതൊക്കെയാണ് ഡയലോഗുകൾ.
ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു സാധനമാണ് സത്യം എന്നുള്ളതിൽ ഒരു ലോജിക്കും ഇല്ലാത്തൊരു സംഭവം. ഇപ്പം തന്നെ ഇസ്ലാമിനെ എടുത്തു കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു 24% മാത്രമാണ് ഇസ്ലാമുള്ളത് ലോകത്തിൽ. അതിൽ തന്നെ ഇസ്ലാമിൽ ബാക്കി 24 എന്നുള്ളത് 25 ആക്കിക്കും ഒരു റൗണ്ടിന്, എനിക്ക് കണക്ക് കൂട്ടാൻ എളുപ്പത്തിന്. ബാക്കി 75% ആളുകളും ഇസ്ലാം എന്ന ഐഡിയോളജി വെച്ച് നോക്കുമ്പോൾ കാഫിറുകളാണ്, അല്ലെങ്കിൽ ഇസ്ലാം വിശ്വസിക്കാത്ത ആളാണ്, സത്യത്തിനെതിരെയുള്ള ആളുകളാണ്. അപ്പോൾ ഇസ്ലാം ഇവരാരെയും അംഗീകരിക്കുന്നില്ല. ഈ 25% ഉള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് ഇസ്ലാമും മതവും ഇപ്പോൾ. അപ്പോൾ അപ്പോഴും നോക്കുമ്പോഴും ഇസ്ലാമിൻ്റെ എണ്ണവും ഇതെല്ലാം കുറവാണ്. ഇനി 25% അതിലുണ്ട് ഒരു 10,000 ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പുകൾക്ക് എല്ലാവർക്കും ഒരു ആയത്തിൽ തന്നെ പല പല അഭിപ്രായങ്ങളും, ഓരോ ടോപ്പിക്കിൽ പല അഭിപ്രായങ്ങളും, അടിയും, മുജാഹിദിനെ സുന്നിയെ കണ്ടുകൂടാ, സുന്നിക്ക് മുജാഹിദിനെ കണ്ടുകൂടാ, അതേപോലെ ജമാഅത്ത് ഇസ്ലാമിക്ക് മുജാഹിദിനെ കണ്ടുകൂടാ, അങ്ങനെ പല പല തബ്ലീഗുകാരെ കണ്ടുകൂടാ. അവിടെ ഇങ്ങനെ ഇതേപോലെ പല പല ഗ്രൂപ്പുകൾ. ഇവർ ഓരോരുത്തരും പറയുന്ന അവർ നരകത്തിൽ പോവും, ഇവർ നരകത്തിൽ പോകും എന്നൊക്കെയാണ്. അങ്ങനെയും കൂടി ഇസ്ലാമിനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 25% തകർന്നടിക്കും. പിന്നെ ഉള്ള ഈ കുറച്ച് പേരാണ്, അവരെയാണോ ഈ ഭൂരിപക്ഷമായിട്ട് എടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നൂറ്റാണ്ടുകളായിട്ട് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ സമൂഹം ഇസ്ലാമിനേക്കാളും കൂടുതൽ ജനസംഖ്യയിലുള്ള ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരെ എഴുതിയതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രിസ്ത്യാനിറ്റിയാണ് ശരിയെന്നല്ല വിശ്വസിക്കേണ്ടത്. അതൊരു കാര്യം. പിന്നെ എന്താ പറയുക, ഇസ്ലാമിലെ ജനസംഖ്യ അതിന് പല കാര്യങ്ങളുമുണ്ട് കൂടുന്നതിൽ. ഇസ്ലാമിക ജനസംഖ്യ കൂടുന്നൊക്കെ ഉണ്ട്, അത് ശരിയായത്. അതേപോലെ ഇസ്ലാമിൽ ഒരുപാട് പേര് പുറത്തു പോകുന്നുണ്ട്, അതാരും ഇവിടെ പറയുന്നില്ല. നമുക്കറിയാവുന്ന ഇസ്ലാമിൽ പുറത്തു പോകുന്ന അധികം പേര് പുറത്ത് പറയത്തില്ല, അതാണ് ഏറ്റവും വലിയ ഒരു കോമഡി. അതിനെപ്പറ്റി ഇവിടെ ആരും പറയുന്നില്ല. അതേപോലെ പല മതങ്ങളും ആളുകൾ സ്വീകരിക്കുന്നുണ്ട്, പുറത്തും പോകുന്നുണ്ട്, അകത്തേക്കും പുറത്തേക്കും എല്ലാ മതങ്ങളും ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ ഇസ്ലാമിൽ മാത്രമേ ഇത് പറഞ്ഞ് കൊട്ടി ആഘോഷിക്കുന്ന ഒരു സംഭവം വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ടോപ്പിക്കൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത്. പിന്നെ ഇസ്ലാമിലാണ് നിർബന്ധിതമായിട്ടുള്ള അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി ഉള്ള അല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഈ മദ്രസ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉള്ളത്. ഇത്രയും വർഷം മദ്രസ പഠിപ്പിക്കുന്നത് അതൊരു കാരണമാണ് ഇസ്ലാം സ്പ്രെഡ് ആവാനുള്ള. പിന്നെ ഇസ്ലാമിൽ ഈ ഫാമിലി പ്ലാനിങ് എന്ന് പറയുന്ന സംഭവം വളരെ കുറവാണ്. കാരണം ഇസ്ലാമിൽ ഇതൊക്കെ ചെയ്യുന്നത് തെറ്റാണ്, പടച്ചോൻ തരുന്നത് അങ്ങനെ പാടി സ്വീകരിക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാടാണ് സെമിറ്റിക് മതങ്ങളിൽ. അപ്പോൾ അത് നമ്മൾ മോഡേണൈസ് ആയിട്ടുള്ള പല മുസ്ലിം രാജ്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ ഇഷ്ടം പോലെ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും കുട്ടികളൊക്കെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഇന്ത്യയിലും അത് അത്ര കുറവല്ല, കേരളത്തിലും കുറവല്ല, മുസ്ലിം കുടുംബത്തിലാണ്. അതൊരു കാര്യം. പ്രസവിച്ച് കൂടുന്നതാണ് ഈ ജനസംഖ്യ, പ്രസവിച്ചുണ്ടാവുന്നതാണ് ഇസ്ലാം മതം. പിന്നെ മതപ്രബോധനവും ഈ സ്റ്റേജ് കെട്ടിയുള്ള പരിപാടികളും ചർച്ചകളും ഇതിനു വേണ്ടിയിട്ട് പൈസ ഏറ്റവും കൂടുതൽ ചിലവാക്കുന്നതിലും ഒരു ടീമുകളാണ് മുസ്ലിങ്ങൾ. പിന്നെ എങ്ങനെ മതം വളരാണ്ടിരിക്കും? ഇങ്ങനെയൊക്കെയാണ് മതം വളരുന്നത്. ഇങ്ങനെയാണ് നിങ്ങൾ പറയുന്ന ഈ 25% എത്തുന്നത്. ആ 25% ഒരു 4% സൂഫികളാണ്. ഈ സൂഫികൾ ഇസ്ലാമായിട്ട് പോലും മുസ്ലിങ്ങളുടെ ഇടയിൽ അംഗീകരിക്കുന്നില്ല. പക്ഷേ മൊത്തത്തിൽ ഈ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതിലും ഇസ്ലാം സ്പ്രെഡ് ചെയ്യുന്നതിലും ഇന്ത്യയിലൊക്കെ ഇസ്ലാം നോർത്ത് സൈഡിലും പല ഭാഗങ്ങളിൽ ഇസ്ലാം പ്രചരിക്കാനൊക്കെ കാരണം സൂഫികളാണ്. കാരണം സൂഫികളിൽ ഈ സംഗീതവും നൃത്തവും ഇതെല്ലാം കൂടിക്കലർന്ന ഒരു ഇന്ത്യൻ കൾച്ചറും പല കൾച്ചറുകളും അവർ അക്സെപ്റ്റ് ചെയ്ത് വേറൊരു മോഡേൺ രീതിയിൽ പോകുന്നതുകൊണ്ട് ഇസ്ലാമിൻ്റെ ഒറിജിനൽ ഐഡിയോളജി ഫോളോ ചെയ്യാത്തതുകൊണ്ട് അവർ വഴിയും സ്പ്രെഡ് ആവുന്നുണ്ട്. അവരെ മുസ്ലിങ്ങളായിട്ട് ഇസ്ലാം കണക്കാക്കുന്നേ ഇല്ല. അത് വേറെ ആരും. സൂഫികളെ എത്ര പേരോടെ കൊന്നൊടുക്കിയിട്ടുണ്ട് എക്സ്ട്രീമിസ്റ്റുകൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാം കൂടുന്നത്. ഇതിൽ വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമില്ല. അതേപോലെ എല്ലാവരും പണ്ട് ഇപ്പോൾ ലോകം മൊത്തമുള്ള ആളുകൾ വിശ്വസിച്ചുകൊണ്ടിരുന്ന, ലോകത്തിലെ 99% ആളുകളും വിശ്വസിച്ചുകൊണ്ടിരുന്നതാണ് എർത്ത് ഫ്ലാറ്റ് ആണെന്ന്. അതുകൊണ്ട് ഭൂമി ഉരുണ്ടതാവാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ എത്ര ശതമാനം ആളുകൾ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതോ അല്ലെങ്കിൽ എത്ര ശതമാനം ആളുകൾ ഇതുണ്ടെന്നോ എത്ര എണ്ണം ഉണ്ടെന്നോ ഉള്ളതല്ല. ആര് എന്ത് പറയുന്നു, അതിലെ ലോജിക്ക് എന്താണ്, അത് ആര് പറഞ്ഞു എന്ന് പോലും എടുക്കേണ്ട ആവശ്യമില്ല. അയാൾ പറഞ്ഞ കാര്യം എന്താണ്, അതിൻ്റെ ലോജിക്ക് എന്താണ്, ആ കാര്യത്തെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. അതും റിലേറ്റീവാണ്, കാലത്തിനനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്.
പഴയ കാലത്ത് നമ്മുടെ ഈ നബി പറഞ്ഞിട്ടില്ല റെഡ് സിഗ്നൽ കാണുമ്പോൾ നിങ്ങൾ വണ്ടി നിർത്തി അത് സുന്നത്താണെന്ന്. പുള്ളിക്ക് ഇന്നത്തെ റെഡ് സിഗ്നലിനെ പറ്റി കുറച്ചെങ്കിലും അറിയാമായിരുന്നെങ്കിൽ പുള്ളി അത് പറഞ്ഞേനെ. ചിലപ്പോൾ നിർബന്ധമാക്കിയാണ്, സുന്നത്തല്ല, റെഡ് സിഗ്നൽ ക്രോസ് ചെയ്യുന്നത് ഹറാമാണെന്ന് പറഞ്ഞേനെ. കാരണം ഇന്ന് റെഡ് സിഗ്നൽ എന്ന് പറഞ്ഞ ഒരു കൊലപാതകത്തിന് ഈക്വലാണ് ഒരു മനുഷ്യനെ കൊല്ലുന്നത്. നമ്മൾ റെഡ് സിഗ്നൽ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവൻ മാത്രമല്ല മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ വരെയും കാരണമാവുന്നൊരു തെറ്റാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അത് അറിയാമായിരുന്നെങ്കിൽ പറഞ്ഞേനെ. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചാണ് നമ്മൾ നിയമങ്ങളും നന്മയും തിന്മയൊക്കെ തീരുമാനിക്കുന്നത്. അല്ലാണ്ട് ഈ കുറേ പേര് അന്ന് ചിലപ്പോൾ അത് നല്ലതായിരുന്നായിരിക്കാം 1400 വർഷം മുന്നേ. പിന്നെ 1400 അല്ല 4500 വർഷം മുന്നേ ഇതിന് നല്ല സിവിലൈസേഷൻസും ആളുകളും ശാസ്ത്രമൊക്കെ ജീവിച്ചിരുന്നു. അതൊന്നും നമ്മൾ ഹിസ്റ്ററിയെ പറ്റിയൊന്നും കൂടുതൽ പഠിക്കുകയും അറിയാനും ശ്രമിക്കാത്തത് കൊണ്ടാണ് നമുക്ക് 1400 വർഷം വലിയ സംഭവമായിട്ട് തോന്നുന്നത്. 1400 വർഷവും വലിയ സംഭവമല്ല, ഇസ്ലാമിൻ്റെ വളർച്ചയും ഒരു സംഭവമല്ല. അതൊന്നുമല്ല ഇതിനുള്ള ആൻസർ. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഇരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. പിന്നെ ഈ ഒരു സംഭവം ഇങ്ങനെ പറയാനൊക്കെ പറ്റത്തുള്ളൂ എനിക്ക്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിനെപ്പറ്റി അല്ലാണ്ട് ചർച്ച ചെയ്യണമെങ്കിൽ നമ്മൾ ഓരോ ടോപ്പിക്കുകൾ എടുത്ത് ചർച്ച ചെയ്യണം. ഞാൻ ഇതിനു വേണ്ടിയിട്ട് ആദ്യം പ്രിപ്പയർ ചെയ്യുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഇത് ഒരു വീഡിയോ ആയിട്ട് നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു ഷോർട്ട് സ്റ്റോറി ഞാൻ ഇങ്ങനെ ആയി 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളുള്ള മറുപടി ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി. എന്താണ് പറയുക, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ നമ്മൾ ഒരേ ടോപ്പിക് വൈസ് പോകണം. അത് നമുക്ക് ആർക്കെങ്കിലും താല്പര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, നമുക്ക് അതുവഴിയൊക്കെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ജാമിദ ടീച്ചർക്ക് വീണ്ടും ഒരു നന്ദി. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ. മതം വിട്ട പയ്യന് ഇതൊക്കെയാണ് നമ്മളോട് പറയാനുള്ളത്. ഈ എപ്പിസോഡ് ഇനിയും തുടരും. നമ്മുടെ ഷാഫിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായി ഷെയർ ചെയ്യാനുണ്ട്. ഷാഫിയുടെ അടുത്ത എപ്പിസോഡും നമ്മൾ തന്നെ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഷാഫിയോട് ചോദിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് വഴിയാവാം. ഷാഫി അതിന് ഉത്തരം പറയും. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച മറ്റൊരു ഗസ്റ്റുമായി കാണാം. സാധാ എപ്പിസോഡുമായി നാളെ നമ്മൾ വീണ്ടും കാണുന്നത് വരേക്കും നന്ദി.